1960 ജൂൺ 16 മലപ്പുറം നിലമ്പൂരിൽ നാരായണ രാജയുടെയും നളിനി രാജയുടെയും മകനായി ജനിച്ചു. 1974 പുറത്തിറങ്ങിയ രതിനിർവേർ എന്ന സിനിമയിൽ പപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണചന്ദ്രൻ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് വരുന്നത്. 1982 ഇണ എന്ന ചിത്രത്തിൽ വെള്ളിച്ചിലം വിതറി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് പിന്നണി ഗാനരംഗത്തേക്കും സജീവമായി. നിരവധി ചിത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുകയും മികച്ച കഥാപാത്രങ്ങൾ അഭിനയിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. റഹ്മാൻ, വിനീത് ഇവരുടെ സ്ഥിരം ശബ്ദമായി കൃഷ്ണചന്ദ്രൻ മാറി. 1994 കാബൂളിവാലയിൽ വിനീതിനും 1997 അനിയത്തിപ്രാവിൽ കുഞ്ചാക്കോ ബോബനും ഡബ് ചെയ്തതിനും മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി. ഗായകൻ, അഭിനേതാവ്, ഡബിംഗ് ആർട്ടിസ്റ്റ്, അവതാരകൻ എന്നീ നിലയിലും പ്രവർത്തിച്ചു വരുന്നു. സിനിമാ രംഗത്ത് സജീവമായ വനിതയാണ് ജീവിത പങ്കാളി. ഇവിടം വരെ മതി. ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ. റോഡിലിറങ്ങിയാൽ ചിലപ്പോ പോലീസ് ജീപ്പ് വന്നെന്നിരിക്കും. നിക്ക്, ഞാൻ അഴിച്ചു തരാം. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ. എപ്പോ എവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല. തോന്നുമ്പോ കണ്ടോട്ടെ. മാല ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എന്റെ പേര് നിനക്ക് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടീന്ന്? കളഞ്ഞു കിട്ടി ഇന്നലെ രാത്രി. അപ്പൊ നീയായിരുന്നല്ലേ ഞങ്ങളുടെ ടെന്റിനകത്ത് വന്ന കള്ളൻ? അതെ, പക്ഷെ കള്ളൻ ഞാനല്ല, നീയാണ് കള്ളി. എന്റെ ബ്യൂഗിൾ മോഷിച്ച കള്ളി. എന്ത് 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 എന്ത്? ഇന്നലെ രാത്രി മുഴുവൻ നീ കൊണ്ടുവരുന്ന ആ ബ്യൂഗിളില്ലേ, അത് എന്റെയാണെന്ന്. നിന്റെയാണെന്നുള്ളതിന് എന്താ തെളിവ്? ഞാൻ തേടി വന്നില്ലേ, അത് തന്നെ. മര്യാദയ്ക്ക് അതിങ്ങ് തന്നേക്ക്. മര്യാദയ്ക്ക് തരുന്നില്ലെങ്കിലോ? മര്യാദ ഇല്ലാണ്ട് മേടിക്കാനും എനിക്കറിയാം. കാണണം. കൈ നിറയെ കുപ്പിവെള്ളം ഇട്ടുതരുമോ? ഏത് നിറം? ചെങ്കൊടിയുടെ നിറം, ചുവപ്പ്. വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ? മനസ്സിൽ ഉദ്ദേശിച്ചൊരു കാര്യം സാധിച്ചു. കാര്യം സാധിച്ചതിന് കുപ്പിയോളം നേർച്ച ആദ്യമായിട്ട് കേൾക്കുക എന്റെ അല്ല. മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാ മനസ്സ് തരുമോ? ഇപ്പൊ തരും. മൂസാക്കുട്ടിയെ ഇഷ്ടമാണെന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്? പന്തയത്തില് തോറ്റു. പാവം, മനസ്സ് തരില്ല കേട്ടോ. കള്ളം. ഇഷ്ടമാണെന്ന് താൻ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ആര്? ആ വിരിഞ്ഞിരിക്കുന്ന കണ്ണിലെ കൃഷ്ണമണികൾ. ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ തപോവനത്തിന് പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. എനിക്ക് പലതും അറിഞ്ഞുകൂടാ. ജപം മുടക്കാൻ വരുന്ന കാട്ടാളരെ കല്ലെറിയാനേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ അതിഥിയാണിത്. അഭയം കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരാശാരിപ്പുരെങ്കിലും ഉണ്ടാവും. സത്യം. ശൂദ്ര സ്ത്രീയെ, പറച്ചിയെ ഒക്കെ തമ്പുരാക്കന്മാർക്ക് ഉപയോഗിക്കാം. സന്തതി ഉണ്ടായാൽ വാകീറിയ ദൈവം ഇര കൊടുക്കുമെന്ന് തത്വം പറഞ്ഞ് കളയണമെന്നല്ലേ ഉള്ളൂ. തമ്പുരാട്ടിക്ക് താണവനോട് അല്ലെങ്കിൽ മറിച്ച് താല്പര്യം തോന്നിയാലോ? ഇവരുടെ നിയമം എന്ത് പറയുന്നു? പിന്നെ ഞാനിനി പറയാൻ പോകുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് മാറ്ററാ. താനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ട്രൂത്ത്. തന്നെ ആദ്യം കണ്ടപ്പോ പിന്നീട് കാണുമ്പോഴൊക്കെ ആലോചിക്കുന്നതാ. ഞാൻ ചിത്രയെ മാരി ചെയ്യട്ടെ. അൺഎക്സ്പെക്ടഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചിത്രയെ. യെസ്, നാളെ ഈവനിങ്ങിൽ ഞാൻ കോഫി ഹൗസിൽ വെയിറ്റ് ചെയ്യും ഒരു മറുപടിക്ക് വേണ്ടി. എന്നിട്ട് സംഭവം എവിടെ ആയി? കക്ഷി വളയോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയില്ല. എങ്ങനെയത് പറയണം എന്നെനിക്കറിയില്ല. പക്ഷെ ചാന്ദിനി മനസ്സിലാക്കണം. എനിക്ക് ചാന്ദിനി. കശാപ്പുകാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. കൂടത്തിന്റെ അടികൊണ്ട് പിടഞ്ഞു മരിക്കുന്ന മിണ്ടാപ്രാണികളുടെ ശാപം ഞാനായിട്ട് ഇപ്പൊ അനുഭവിച്ചു തീർക്കുക. അപ്പച്ചൻ ഇനിയെങ്കിലും അർത്ഥങ്ങളെ കൊല്ലുന്ന പണി അവസാനിപ്പിക്കണം. വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന പണിയാണ് മോനെ.
അപ്പനപ്പൂപ്പനായിട്ട് ചെയ്യണ തൊഴിലല്ലേ. ഞാനൊരാളായിട്ട് നിർത്തി വെച്ച് ഈ നാട്ടിലെ കന്നാലിലൊക്കെ രക്ഷപ്പെടുവോ? എന്നാലും കൊല്ലുന്ന തൊഴിൽ നമുക്ക് വേണ്ട അപ്പച്ച. ഇതിനേക്കാൾ വലിയ കഥകൾ നീ കെട്ടിച്ചമച്ചുണ്ടാക്കും. കാരണം ഞാൻ ഇനി പ്രോഗ്രാമുമായി രംഗത്തേക്ക് വരുന്നത് നിനക്ക് ക്ഷീണമാ, നിനക്ക് അസൂയ. എനിക്ക് വേറെ ജോലിയുണ്ട്. ഒഴിഞ്ഞു തന്ന വലിയ ഉപകാരം. ഇപ്പോൾ രാജിക്കത്ത് എഴുതാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല അല്ലേ? ആ പാവം പെണ്ണ് മടത്തി ചേരാൻ പോകുന്നവരും നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ എന്നെ വിളിച്ചു വരുത്തി സംസാരിപ്പിച്ചത്? ഞാനത് നേരിട്ട് ബേബിയോട് പറയുന്നത്. അവളത് പറയുമ്പോ എന്റെ മനസ്സലിഞ്ഞോളും ധരിച്ചിട്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി നിങ്ങളെ പോലെ അല്ല എല്ലാവരും. നിങ്ങൾ പറഞ്ഞാലും അവള് പറഞ്ഞാലും എനിക്ക് അവളോടുള്ള വികാരം ഒന്ന് തന്നെയാണ്. അവൾ ഒന്ന് തലയാട്ടിയാൽ ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാൻ തയ്യാറാണ് ഇപ്പോഴും. പക്ഷെ അവൾക്ക് വേണ്ടത് നിങ്ങളുടെ സഹായമാണ്, നിങ്ങളുടെ ദയയാണ്. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താ ഇത്ര മടി, ഭയം? ഈ മുഖത്ത് നോക്കി ഇത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ രാജിക്കത്ത് എഴുതുന്നത്. നിങ്ങൾ എന്നോട് ഇതിനുത്തരം പറഞ്ഞു നോക്കൂ. ഈ ഭഗവതിക്കും ഉണ്ടോ പിണക്കം? ഇപ്പൊ രണ്ട് ഭഗവതികൾക്കും ഓരോ പാദസരം. നന്നായി അല്ലേ? എന്തേ ഒന്നും മിണ്ടാത്തെ? എന്റെ മുമ്പ് മാത്രം എന്താ ഈ ഗമ? ഞാൻ പോവാ. നിക്ക്, പാദസരം വേണ്ടേ? എന്താ തൊട്ടാ കറുത്തു പോവൂ? എങ്കിലൊരു ഉമ്മ എന്ന് വെളുപ്പിക്കാം. എന്നോട് പറഞ്ഞില്ലേ ഞാനാരാ? എന്നോട് എന്തിനാ പറയുന്നതല്ലേ? പറയണ്ട. എന്താ പ്രദീപ്? വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? ബേസിക്ക് എന്നോട് ഇഷ്ടമില്ല, അതല്ലേ പറയാഞ്ഞത്? യു ഡോണ്ട് ലവ് മീ. ഐ നോ ദാറ്റ്. വൈ ഷുഡ് എനിവൺ ലവ് മീ? ഐ ബ്രിങ് ബാഡ് ലക്ക് ടു എവരിവൺ. ശ്രീമാൻ ശങ്കർ തിരുവടികൾ അകത്തുണ്ടോ? ഉണ്ട്. മുഖം കാണിക്കാമോ? ആകാം. ബൈ ബൈ, വേർ ഇസ് മൈ ഗാനം? കോപ്പി പോലും ഞാൻ എടുത്തില്ല. നോട്ട് ബാഡ്. പിടിച്ചു പറിച്ചാണെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. താങ്ക് യു വെരി മച്ച്. പിന്നെ രാവിലത്തെ ടിഫിൻ ബാക്കി വല്ലതും ഉണ്ടോ? എന്ത് വേണം? എന്തെങ്കിലും ലഡു, ജിലേബി, ഹൽവ. ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലിയോ? വിത്ത് സാമ്പാർ, ചട്നി, മുളക് പൊടി? അതെ. Very ഞാൻ good. കാത്തിരിക്കണം. അച്ഛന്റെ മനസ്സ് മാറുന്നത് വരെ. മരണം വരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. നമ്മുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ. നിശ്ചയിക്കപ്പെട്ട എത്രയോ വിവാഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഉണ്ടാവും. പക്ഷെ അത് പെണ്ണിന്റെ ജീവിതത്തെ ബാധിക്കും. ആണിനെയും ബാധിക്കും. എന്നിട്ടും ഞാൻ സഹിക്കുന്നില്ലേ? സഹിക്കുന്നു. എന്തിനാ സഹിക്കുന്നത്? ആണുങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ സഹിക്കേണ്ടി വരില്ല. എന്നാൽ എനിക്ക് നട്ടലില്ലെന്ന് വിചാരിച്ചോളൂ. ഒന്നും വിചാരിക്കാൻ എനിക്കിപ്പോ വയ്യ. നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിൽ കല്യാണം നടക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മാത്രം വിചാരിച്ചാൽ കല്യാണം നടക്കില്ല. കൊല്ലക്കുടില്ല മോളെ സൂചി വിൽപ്പന. ഓ, ഇയാള് വലിയൊരു കൊല്ലൻ. അതെ, ഞാനൊരു കൊല്ലൻ തന്നെയാ. ഒരു കൊച്ചു ഹൃദയം ഈ നെഞ്ചിനകത്തിട്ട് ഉരുക്കി മിനുക്കി രണ്ടും കൂടി ഒന്നാക്കി മാറ്റണ ഒരു കൊച്ചു കൊല്ലൻ. കൊള്ളാം. തീനടുത്ത് കിടന്ന് ഉരുളരുത്. പറഞ്ഞ വാക്കിൽ പിടിച്ച് കഥയുണ്ടാക്കാനുള്ള ഭാവനയുണ്ട്. വേണമല്ലോ. ഒരു അഡ്വക്കേറ്റിന് ആദ്യം വേണ്ട കഴിവും അങ്ങനെയല്ലേ. ഞാൻ കുട്ടിയുടെ ശത്രുവൊന്നുമല്ല, ആരുടെയും ശത്രുവല്ല. എന്റെയും എന്റെ പെങ്ങളുടെയും ഭാവി ഈ വീടുമായിട്ട് ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുക. എന്റെ കുറച്ച് കാശ് ഇവിടെ പെട്ടുപോയി. അത് കിട്ടിയാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നൊന്നും നീ പോകുന്നിടത്തൊക്കെ കുട്ടികൾ കൂടും. പലരും നിന്നെ പരിചയപ്പെടാൻ വരും. നിന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കും. ഇനി ഒരിക്കലും നിനക്കവിടെ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇല്ലച്ചാ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചോളാം. നന്നായിട്ട് പഠിക്കാനാണ് അതിലും നല്ല സ്കൂളിൽ ചേർക്കുന്നത്. ശരി, ഞാനിനി ഒരിക്കലും പാടില്ല, സത്യം. പക്ഷേ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റണ്ട. എനിക്ക് അവിടെ തന്നെ പഠിച്ചാൽ മതി. വേണ്ട. എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി ഞാൻ അവിടെ പഠിച്ചോട്ടെ. ഞാൻ നന്നായിട്ട് പാടിയായിരുന്നു. എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നത് കേട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഒറ്റ നിമിഷത്തേക്ക് പോലും നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. അച്ഛാ, എന്താ? ഞാനൊരു യാത്ര ചെയ്താലോ എന്ന് ആലോചിക്കാം. കുറെ പുണ്യസ്ഥലങ്ങൾ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഗൗരിയെ നിത്യം കാണുമ്പോ ഓരോരോ ഞാനും വേട്ടു. മോഹിച്ച് കാത്തിരുന്ന കുട്ടിയെ തന്നെ, ഗൗരിയെ. അവളിപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഒരു വിധവയെ പോലെ. ഞാനും ജീവിക്കുന്നു. എനിക്ക് എന്നെ തന്നെ പുച്ഛമായി തുടങ്ങിയിരിക്കുകയാണ്. ഈ ഡിപ്രഷൻ ഉണ്ടല്ലോ, വയ്യ. എടാ ഷിബു, വന്നേ. എന്താടാ? എടാ, പ്രിയ വന്നിട്ടുണ്ട്. എവിടെ? വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കുക.
ഈ സൺഡേ അവളുടെ മാരേജ് ആണെന്ന് നീയല്ലേ പറഞ്ഞത്? എന്നിട്ട് അതെ, അവൾ ഓടിപ്പോന്നിരിക്കുക. എന്തിന്? എന്നെ കാണാൻ, എന്റെ കൂടെ താമസിക്കാൻ പോകുന്നെന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല ഈ വരവിന്റെ ഉദ്ദേശം. ഛേ, എന്താ ഇപ്പൊ ചെയ്യാ? അവള് വല്ലാത്തൊരു മൂഡില. എനിക്കാകെ ടെൻഷൻ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അവളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറ. അമ്മ പ്രിയയുടെ വീട്ടിൽ അറിയിച്ചോളൂ. അവര് വെറുതെ വിഷമിക്കണ്ടല്ലോ. ശരി, നീ വാർഡനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. ആ. തൽക്കാലത്തേക്ക് ഞാൻ അവളെ എന്റെ റൂമിൽ കൊണ്ടിരുത്താൻ പോവാ. അല്ലെങ്കിൽ ആകെ കുഴപ്പാക്കിയാലോ.